അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തെങ്കാശിയിൽ നമ്മൾ നിർത്തിയിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ മധുരൈ നോക്കി പോവുകയാണ് ഗൈസ്. ഇവിടെ എത്ര കിലോമീറ്റർ വേണം കിട്ടാ? 198 കിലോമീറ്റർ ഇവിടെ നിന്ന് മധുരയ്ക്ക്. ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ഇനി മധുരയിലോട്ട് പോകണം ഗൈസ്. അപ്പോൾ അവിടുത്തെ വിശേഷമായി അവിടെ വെച്ച് കാണാം. അതുവരെ ഞങ്ങൾ ഇങ്ങോട്ട് പോവുകയാണ്. ഇവിടുത്തെ ഒരു ഫോൺ സ്റ്റാൻഡ് മേടിച്ചേക്കാൻ ഹോൾഡർ നമ്മൾ കഷ്ടപ്പെടണ്ട, കയ്യിൽ വെച്ച് മാപ്പ് നോക്കേണ്ട അവസ്ഥ. ഫുൾ തെങ്ങാണ്, തെങ്ങ്. തമിഴ്നാട്ടിൽ നമുക്ക് മാത്രമേ കാണൂ, വിജനമായ സ്ഥലം. തമിഴ്നാട് ബസ്സിന്റെ ഒരു SETC അതാണ് തമിഴ്നാട് ബസ്സിന്റെ തമിഴ്നാട് ബസ് SETC. മധുരയിൽ പോയിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് അടിക്കാൻ നോക്കും. 8 മണിക്കൂറും 393 കിലോമീറ്റർ. വേറെ വേറില്ല. ലോങ്കോട് അപ്പോൾ ഗൈസ് മണിക്കൂട്ടൻ വെള്ളം വാങ്ങാൻ പോവുകയാണ്. നമ്മൾ കറക്റ്റ് സ്ഥലം എവിടെ എത്തിയെന്ന് കേട്ടാ, റോഡ് തിരുമംഗലം കടയനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. കടയനല്ലൂർ ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ, ഭയങ്കര വെള്ളത്താണ്. ഡീഹൈഡ്രേഷൻ. നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ മെയിനായിട്ട് വെള്ളം നിറയെ കുടിക്കണം ഗൈസ്. ഡീഹൈഡ്രേഷൻ ആവും വെള്ളം കുടിച്ചില്ലെങ്കിൽ. നമുക്ക് പണിയാവും, തലവേദന ആവും, റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, പിന്നെ റൈഡ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട അവസ്ഥ വരും. സോ വെള്ളം കുടിക്കുക, സേഫായി ഡ്രൈവ് ചെയ്യുക, തിരിച്ചോടുക. അടുത്ത് നാഷണൽ ഹൈവേ 774, അതായത് നമ്മുടെ കൊല്ലം മധുര റൂട്ടാണ്. കൊല്ലം മധുര, അതായത് ഒരു 206 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ നാഷണൽ ഹൈവേ. നമ്മളിനി അടിപൊളി കാഴ്ചയുടെ മുന്നോട്ട് കൊണ്ട് ഉള്ള നല്ല അടിപൊളി കാഴ്ചയൊക്കെ നിർത്തി നമ്മൾ ഷൂട്ട് ചെയ്യാൻ മതി. ഒരു ടയർഡ് തോന്നി വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോൾ. ചെറിയ ഉറക്കം വരുന്ന പോലെയൊക്കെ തോന്നും ഗൈസ്. മധുര ഡീലക്സ് നമ്മുടെ തമിഴ്നാട്ടിൻ്റെ. നമ്മൾ റെസ്റ്റ് എടുത്ത് പോകണോണ്ട് കുഴപ്പമില്ല. ഫ്രണ്ട്സ്, ഇതാണ് കടയനല്ലൂർ ജംഗ്ഷൻ. കടയനല്ലൂർ നല്ല തണുപ്പായി. ചൂടടിച്ച് ഉപ്പാട് കൃഷ്ണപുരം നേരത്തെ പറഞ്ഞ സ്ഥലം കടലനല്ലൂർ. അത് അപ്പുറത്താണ്. കൃഷ്ണപുരം. ഗായ്സ് ഏത് സ്ഥലമെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഞങ്ങൾ വണ്ടി നിർത്തി കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം ഗായ്സ്. ഇവിടെ ഫുള്ളും പാടമാണ്, നെൽകൃഷി അങ്ങനത്തുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം. ഇവർ വിളവെടുത്ത് കഴിഞ്ഞാണ് ഗൈസ്. ഇപ്പോൾ ഇനി 2-3-4 മാസത്തിൽ നിലത്തിന് എങ്ങനെ ഇട്ടിരിക്കും. ഇപ്പോഴൊന്നും നടാനൊന്നും നിൽക്കുന്നില്ല, ഡ്രൈ ആയി കിടക്കുകയാണല്ല. പിന്നെ ഇവിടെ പുളിക്ക് ഒരു കുറവുമില്ല ഗൈസ്. റോഡിൻ്റെ സൈഡ് ഫുള്ളും പുളിയാണ്, പുളിക്ക് ഒരു കുറവും കാണൂല ഇവിടെ.
പുളിമരം കൂടുതലാണ്. ഇനി ഇവിടെ മധുരയ്ക്ക് ഇനി 100 കിലോമീറ്ററേ ഉള്ളൂ ഗായ്സ്. വെറും 100 കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ നിന്ന് മധുരയ്ക്ക്. അതിനെ റീച്ച് ചെയ്യാൻ പിന്നെ പെട്ടെന്ന് 130 കിലോമീറ്റർ 100 കിലോമീറ്റർ 30 കിലോമീറ്റർ കണക്കിൽ വയ്ക്കുക ഗായ്സ്. ആരെങ്കിലും അപ്പുറത്തും കുറച്ച് പാടമുണ്ട്. 2x ആണോ ചീന പണിയാ? 2x. പിന്നെ അതല്ല ഞാൻ മുഖം ഇത്ര അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അടുത്ത് കയറി കണ്ടത്. സോറി ഗൈസ്, അവൻ കുറച്ച് സൂമിൽ വെച്ച് കളക്കും. പറഞ്ഞിട്ടും കാര്യമില്ല, പഠിച്ചു പറഞ്ഞേ ഉള്ളൂ കൊച്ചി. കിട്ടില്ല സാധനം ഗൈസ്, ഗ്രാൻഡ് അംബാസഡർ. ഇപ്പോഴൊന്നും കാണാൻ പറ്റൂല സാധനം. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ആണെങ്കില്ല സബ്സ്ക്രൈബ്. ഇപ്പോഴും ഞങ്ങൾ വേളാങ്കണ്ണി പോയിട്ട് നല്ല വിശേഷങ്ങൾ അവിടെ പങ്കുവയ്ക്കുന്നതാണ്. പോണതവിടെ അറിയില്ല. നമ്മൾ വേളാങ്കണ്ണി കൊല്ലത്തൊന്നും വേളാങ്കണ്ണി. നമ്മൾ ആ ട്രിപ്പാണ്, വേളാങ്കണ്ണി ട്രിപ്പാണ്. കൊല്ലം ടു വേളാങ്കണ്ണി, ട്രൂ കൊല്ലം വേളാങ്കണ്ണി. ലഗേജ് ഉണ്ടോ ഗൈസ്? ഇവന് ആർമി പോയിരുന്നെങ്കിൽ രക്ഷപ്പെടായിരുന്നു കേട്ടോ. 30 കിലോയുടെ ബാഗും തിങ്സും വെച്ചിട്ടാണ് ഇത്ര ദൂരം ഇരുന്നത് അവൻ. വ്യായാമം എടുക്കുകയാണ് ഗൈസ്. 2 ജമ്പിങ് ജാക്സ്, സിറ്റപ്പ്. ഇത് ഇങ്ങനെ നമ്മൾ പോണ വണ്ടി കണ്ടില്ല, നമ്മളെ വണ്ടി നമ്മളെ ചക്കനാണ്. ഇവനെ കൊണ്ടാണ് നമ്മൾ പോണത്. ഇവനെ കൊണ്ടാണ് നമ്മൾ പോണത്. പുലിക്കുട്ടി ക്ഷീണിച്ചാ വണ്ടി അടിച്ച്? ക്ഷീണമല്ല, ചൂട്. ഫ്രണ്ട്സായി ആ റൂട്ട് തന്നെയാണ്. നമ്മൾ ആ റൂട്ട് ഇതുവരെ മാറില്ല. കൊല്ലം മധുരൈ നാഷണൽ ഹൈവേ 744 ആ റൂട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് ഇനി അങ്ങോട്ട് പോകണം. ചൂട്, നല്ല ചൂട്, ഒരു രക്ഷയില്ല. ഇപ്പോഴേ ചത്ത് വണ്ടി ഓടിച്ചോട്ടെ അല്ല, 200 ചത്ത്. നടുവൊക്കെ വേദന എടുത്ത് വയ്യ. നിന്റെ നടുവൊന്നും വേദനയില്ല ഗൈസ്. പിന്നെ ഈ ചൂട് കാരണം ഇത് ഓടിക്കാൻ പറ്റില്ല. അത്ര ഓടി അവിടെ തണൽ നോക്കിയൊക്കെ നിർത്തി പോവുകയാണ്. നമ്മളിനി അടുത്ത വീഡിയോ അങ്ങോട്ട് നല്ല അടിപൊളി കാഴ്ചയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നിർത്തി ഷൂട്ട് ചെയ്യാൻ നോക്കാം. അത് മുഖം അങ്ങോട്ട് അവിടുത്തെ പാടത്തൊക്കെ ഇറങ്ങാൻ വേണ്ടി പോകാൻ. ശരി, അവിടെ നിന്ന് വലിയ മാം വരും ഇപ്പം നിന്നെ. നെല്ലൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞു കണ്ടോ? വിളവെടുത്ത് കഴിഞ്ഞു. കട്ടയില്ല കണ്ടോ? രണ്ട് സൈഡ് വണ്ടി പറഞ്ഞ ഒരു മറവുമില്ല ഗൈസ്. ഈ മറവ് നോക്കുന്നൊരു കാര്യം ഒഴിച്ചു കളയണം. മുള്ളാൻ മുട്ടണം പറയണം. പക്ഷെ അവന് ചവിട്ടാ എല്ലാം പറയാം. ആൾക്കാരെയും പറയും. അല്ല ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് മുന്നോട്ട് പോകണം. ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്. മഴ പെയ്യാതിരുന്നാൽ കൊള്ളായിരുന്നു. ഒന്നും ആയില്ല ഫ്രണ്ട്സ്, ഇനിയും ഉണ്ട്. 373 കിലോമീറ്റർ ഇനിയും പോകണം. തുടർന്ന് കാണാം. ഞങ്ങൾ ബൈക്ക് എടുക്കാന്ന് അങ്ങോട്ട് ഇനി പോയി തുടർന്ന് കാണാം ഗൈസ്. ഇനി മണിയെ കണ്ടിന്യൂ ചെയ്യും, മണിപ്പടം കണ്ടിന്യൂ ചെയ്യും. ഞാൻ എൻ്റെ ജോലി കണ്ടിന്യൂ ചെയ്യും. പോവാം.
വേറെ ഒന്നും കാണാനില്ല. ഇതേപോലെ കുറേ നെൽപ്പാടങ്ങൾ, കുറേ വിജനമായ സ്ഥലങ്ങൾ മാത്രം. നല്ല നല്ല സ്ഥലങ്ങൾ വരുമ്പം കൂട്ടാണ്. അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല. നെൽപ്പാടോ അതിന്റെ ബാക്കിൽ വലിയൊരു മല പോലെ അടിപൊളി, ഒരു രക്ഷ. നല്ല പച്ചയിലുള്ള നെൽപ്പാടങ്ങൾ, അതിന്റെ ബാക്കിൽ പാറ. ഇത് ഭംഗിയാണ്. ഇപ്പൊ നെൽപ്പാടം മാത്രമേ ഉള്ളൂ. ആ ഒരു തമിഴ്നാട് വെച്ച് പോകണം. കരിമ്പ് കൊണ്ട് പോകണോ? കരിമ്പ് അടിപൊളി, ഒരു രക്ഷയില്ല. വണ്ടി നിർത്തി, നമുക്ക് വണ്ടി നിർത്തി നോക്കാം. അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല. ഇതാണ് കരിമ്പ്. പറഞ്ഞാടാ അവിടെ ഇതാണ് കരിമ്പ്. ഇത് കരിമ്പല്ല, ഇത് കരിമ്പല്ലേ? നാടൻ ഓടാ കരിമ്പ്. ഇത് കരിമ്പൊന്നുമല്ല. സോറി ഫ്രണ്ട്സ്, അത് കരിമ്പല്ല, അത് വേറെ എന്ത് പരിപാടി എനിക്ക് അറിഞ്ഞൂടാ. അടിപൊളി സ്ഥലം. വണ്ടി തട്ടവേ, ഒരു രക്ഷയില്ല. ഇറങ്ങാം, ഫോട്ടോ എടുത്ത് പോവാം. ഫുൾ നെൽപ്പാടോ അതും ഇതല്ല. നമ്മളിവിടെ ഇറങ്ങി 2 ഫോട്ടോ എടുക്കണം. ഇങ്ങനെ ശിവഗിരി വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിരുന്നു. അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല. എങ്ങനെ ഉണ്ടായിരുന്നത്? ക്യാമറ ശിവഗിരി അഴക രസീങ്ക ഗൈസ്. ശിവഗിരി, ഇതാണ് ശിവഗിരി ഗൈസ്. വെള്ളം പാടത്തുനിന്ന് വെള്ളം താഴെ ഇറങ്ങിയാണേ. ഇത് പാടത്ത് വെള്ളം കൂടുതൽ നിന്ന ആ ചെടിക്ക് കേട്, അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഇതുവഴി ഇറങ്ങിയാണ്. കൊള്ളാം. ഇതാണ് ശിവഗിരിയുടെ വ്യൂ. അവിടെ ഒരു മരമുണ്ട്, പക്ഷെ അവിടെ പോയിരുന്നെങ്കിൽ പൊളിയായിരുന്നു അളിയാ. പക്ഷെ പോവാൻ പറ്റുമോ എന്തോ. നൈസ് സ്പോട്ട് ഗൈസ്. ആ മരം കണ്ട ഗൈസ്, അടിപൊളി, കൊള്ളാല്ലേ അത്. അടിപൊളി സ്ഥലം. മണിക്കുട്ടൻ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പോയി. വണ്ടിയൊക്കെ വരുന്നുണ്ട്. മണിക്കുട്ടടേ നോക്കി നില്ല്. അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നമ്മളിവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പം ഈ നെൽപ്പാടത്തിൻ്റെ ബാക്കിൽ ആ പാറയും കാണാൻ എന്ത് രസം അറിയാമോ. അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല. നമ്മൾ കുറേ നേരം ഇവിടെ കുറേ റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാൻ വിചാരിച്ച്. നല്ല വെയിൽ, നമുക്ക് എന്നാലും പെട്ടെന്ന് പോകണം. ഇനിയും കുറേ ദൂരം പോകണം. തരന്ത് ഫോട്ടോ എടുത്ത് ഇഷ്ടംപോലെ വണ്ടികളാണ് പോടാ. നമ്മളെന്നെ വീണ്ടും ഇവിടെ നിന്ന് പോകാൻ വേണ്ട. ഇതിപ്പോൾ നട്ടതള്ളാന്ന് തോന്നുന്നു. അതിപ്പം അത് ചെറുതായി ഇരിക്കണല്ലേ ഉള്ളൂ.
ഇനിയും ഇതേപോലത്തെ അടിപൊളി അടിപൊളി കാഴ്ചകൾ കാണാം. അമ്മേ, ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇവിടെ വെയിൽ വെയിൽ ഒടുക്കത്തെ ചൂട്, ഒടുക്കത്തെ വെയില, ഒടുക്കത്തെ പോവാ മാറാ മതി. നോക്കിയോ ഇവിടെ ശരിക്കും വണ്ടിയൊക്കെ ഉണ്ട്. എപ്പോഴും അങ്ങോട്ട് വണ്ടി മാത്രമേ. അപ്പം ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ കൊണ്ട് വരികയാണ്. കിട്ടിയാ ഒരു ഫോട്ടോ കിട്ടിയാ? നമ്മളെടുത്ത ഫോട്ടോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേ ഇടുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ അതാ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ, വണ്ടിയുടെ ഫോട്ടോ എല്ലാം പറഞ്ഞു നോക്കിയാൽ വാ. ഞാൻ അവന് ഫോട്ടോ ഒക്കെ ഞാൻ ബാഗ് ഹെൽമെറ്റ് എല്ലാം മാറ്റി. ഒന്നാമത് വെയിറ്റ് തൂക്കി വയ്യ. അതിൻ്റെ ഫോട്ടോ ഷൂട്ട്. കാട്ടിൽ കയറി, കാട്ടിൽ കയറുകണ്ട് സാധനമൊക്കെ ചെറിയ അടിപൊളി സ്ഥലങ്ങളൊന്നും നിന്നും നിർത്തി എടുക്കുന്നു. ലോറി പറഞ്ഞു ബാക്കിൽ നിന്ന്. കട്ടേ നമ്മളിവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും വണ്ടി എടുത്ത് മധുരയെ ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. പോടാ അവിടെ ക്യാമറ അല്ലേ, ബാറ്ററി ചാർജ് ചെയ്തിരിക്കും. അപ്പോൾ പോവാം. അടുത്ത് മധുരയെ ലക്ഷ്യമാക്കി ഇനിയും കുറേ പോകണം. പോകാം. എല്ലാ ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് പുറത്തോട്ടൊന്നും നമ്മുടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി നമുക്ക് ജ്യൂസ് വഴിയരികത്തൊരു ജ്യൂസ് കട. എക്സ്ട്രാ ഇൻട്രോവേർട്ട്. എനിക്ക് എന്നാക്കെന്ത് കഴിച്ചില്ലാത്ത സാത്തുക്കുടി ജ്യൂസ് ഗൈസ്. ഇതിൻ്റെ പേരെന്താ? മസമ്പി ജ്യൂസ്. കുടിക്കാൻ പൈസയാണോ ആയാലും ഉള്ളത്. വെള്ളം കഴിച്ചു. ഫ്ലേവറല്ല ഫ്രഷ്. ഫ്രണ്ട്സ് നമ്മൾ ഹൈവേ ഇത് ഓപ്പണായി ഇതായിട്ട് പണിതാണ്. ഇതുവരെ ഓപ്പണായി കൊടുത്തില്ല. നമ്മളങ്ങനെ ഹൈവേ കൂടെ മൊത്തം പോയി. നമ്മളിനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പതിയെ പോവാ. വയ്യ. കൊത്താളിയാ ആരെയൊന്ന് ബൈക്ക് ഓടിച്ച് ക്ഷീണിച്ച്. ചാർജ് നോക്കണത് എത്ര കിലോമീറ്റർ? ഫ്രണ്ട്സ് നമ്മളിവിടെ റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് നേരം ഇരുന്ന് രക്ഷയില്ല. വെയിലെന്ന് വെച്ചാൽ അത്രയും കട്ട വെയിൽ. ആരെന്ത് ബൈക്ക് ഓടിച്ച് ക്ഷീണിച്ച്. ക്ഷീണം എനിക്കില്ല ഗൈസ്. ചുമ്മാ പറയാ കള്ളം പറയണം. അവൻ ഫുൾ ക്ഷീണിച്ചാണ് വണ്ടി. അവനായിട്ട് പെട്ടെന്ന് കൊണ്ട് വണ്ടി നിർത്തി അവിടെ നിർത്തിയിരിക്കണം. വെയിലിടെ ഭയങ്കര വെയിൽ ഗൈസ്. ഒടുക്കത്തെ വെയിൽ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പച്ചവളെ ഓടിക്കാൻ പറ്റുള്ളൂ. മുഖം ഹൈവേ മധുര പോണ ഹൈവേ കുറച്ച് കയറി നമ്മൾ ടോളും കഴിഞ്ഞ് നേരെ ഇവിടെ വന്ന് കുറച്ചിനെ വെള്ളമൊക്കെ കുടിച്ച് ഇവിടെ നിർത്തി.
നമ്മൾ വീണ്ടും ഉണ്ടാകുന്നുണ്ട്. ഇനി മധുര എത്താൻ ഇനി കുറച്ച് 10-30 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ട് പോണ വീഡിയോ കാണാം. ബൈ. ഇതാണ് നമ്മളെ ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് നാഷണൽ ഹൈവേ 44. നാഷണൽ ഹൈവേ 44, അതായത് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി ജമ്മു കാശ്മീരിൽ അവസാനിക്കുക. ഓൾമോസ്റ്റ് 4111 കിലോമീറ്റർ ഉണ്ട്. അതാണ് ഫ്രണ്ട്സ്. നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി നടത്തുന്നത്, ചോറ് കഴിക്കാൻ ഹോട്ടലിൽ നടത്തും. അരവിന്ദ് ഊണും, ഞാൻ വെജ് ബിരിയാണിയാണ്. വെജ് ഫ്രണ്ട്സ്, വെജ് ബിരിയാണി, സലാഡ്, ചോറും പപ്പടം, പായസം. കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് പറയാൻ കൊള്ളാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഗൈസ് ഞങ്ങൾ മധുര എയർപോർട്ട് കഴിഞ്ഞ് ഒരു 7 കിലോമീറ്റർ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ കയറി ഗൈസ്. ആര്യാസ് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി. വെജിറ്റേറിയൻ ഫുഡാണ്, അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഐസ്ക്രീം കഴിച്ച് ഇനി ഞങ്ങൾ വേളാങ്കണ്ണിയിലോട്ട് പോവുകയാണ്. മണിക്കൂട്ട വണ്ടി എടുക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പാർക്കിങ്ങിൽ ഇരിക്കണവൻ. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് കാണാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാർട്ടിൽ വെച്ച് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഞങ്ങളെ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. മണിക്കൂട്ട ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിച്ച് ഇപ്പോൾ മധുര എത്തി. അങ്ങനെ നമ്മൾ ഇനി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. തന്നെ അടുത്ത വീട്ടിൽ കാണാം. ബൈ.